ये एनडीए की सरकार है जिसने बिहार के गांव-गांव में इंटरनेट पहुंचाया है और ये हमारी सरकार है जिसने इंटरनेट का डेटा इतना सस्ता कर दिया है. അണ്ണൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ? അല്ലാണ്ട് ഇമ്മാതിരി ഓക്കെ വർത്താനം പറയാനാണോ ബീഹാറിലോട്ട് ഓടിയിരുന്നത്? എന്താണ് എന്റെ പൊന്നണ്ണ? ഏസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാതെ ട്രംപിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ഗഡ്സ് ഇല്ലാത്തത് കൊണ്ട് അണ്ണൻ നേരെ ഓടിയത് ബീഹാറിലോട്ടാണ് കേട്ടോ. ബീഹാറിലോട്ട് ഇനി എന്ത് വിഡിത്തം അണ്ണൻ വിളിച്ചു പറഞ്ഞാലും കൈയടിക്കാൻ കുറച്ച് സംഖ്യ കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ അണ്ണന്റെ ബീഹാറിലെ വലിയ വലിയ തള്ളുകളും വിഡിത്തങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തുടക്കത്തിൽ അണ്ണൻ പറഞ്ഞത് ബീഹാറിലെ ജനങ്ങളെ നിങ്ങൾ ആവേശം കൊണ്ട് തുള്ളിച്ചാടാനാ പറഞ്ഞത്. എന്താണ്, ബീഹാറിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇന്റർനെറ്റ് ചെറിയ പൈസക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ ഒരു 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 വികസനം എന്താണ് ഇനി ബീഹാറിന് വേണ്ടതെന്നാണ് അണ്ണന്റെ ചോദ്യം. അത് കണ്ട് അപ്പുറത്ത് കൈയടിച്ചിട്ട് കക്കൂസ് ഇല്ലാണ്ട് അപ്പുറത്ത് വെളുക്കിയിരുന്ന ചേട്ടൻ വരെ പൊങ്ങി എണീറ്റിരുന്നിട്ട് മോദിക്ക് ജയ് വിളിച്ചു എന്നാണ് നമ്മൾ കേട്ടത്. ഏതാണ് ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും നമ്മുടെ മോദിജിക്ക് അതാണ് ക്രെഡിറ്റ് മോദിജിക്ക് വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താലും മോദിജിക്ക് വേണ്ട. നിങ്ങൾക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ സൗകര്യങ്ങളും അണ്ണൻ ചെയ്തു തരും. ഏതാണെങ്കിലും ബീഹാറിൽ ഇന്റർനെറ്റ് കിട്ടിയോണ്ടുണ്ടായ ഗുണങ്ങളെ പറ്റി നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. ഇന്റർനെറ്റ് കിട്ടിയതുകൊണ്ട് ബീഹാർ ഇന്ന് ലിറ്ററസിയിൽ ഏറ്റവും താഴത്ത് ഇന്ത്യയിലെ ആളുകളുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും താഴത്തുനിന്ന് ഫസ്റ്റാണ് നമ്മുടെ ബീഹാർ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ മോദിജിയുടെ കൂടെ. ഇനി നമ്മുടെ ബീഹാറിൽ ഇന്റർനെറ്റ് കിട്ടിയ അടുത്ത ഗുണം, ബീഹാർ ഇന്റർനെറ്റ് കിട്ടിയതുകൊണ്ട് പോവർട്ടിയുടെ കാര്യത്തിൽ, പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ബീഹാർ ഏറ്റവും താഴത്തുനിന്ന് ഫസ്റ്റാണ്. വീണ്ടും അടുത്ത കൈയടി. 15 വർഷമായിട്ട് NDA സഖ്യകക്ഷികളാട്ടോ ബീഹാർ ഭരിക്കുന്നത്. അത് ഇടയ്ക്കൊന്ന് നമ്മൾ സ്മരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ അണ്ണൻ അവിടെ പോയിട്ട് ഇമ്മാതിരി തള്ളുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടിണിപ്പാവങ്ങളുള്ള സ്ഥലം ഏതാണ്? താഴത്തുനിന്ന് ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ബീഹാർ തന്നെയാണ്. വീണ്ടും കൈയടിച്ചോളൂ എല്ലാവരും ഒന്ന്. ഇനി അടുത്ത ഇൻഡെക്സ് നമ്മൾ എടുക്കുന്നു. അതായത് ബീഹാറിലെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് ആരാ? അവസാനത്തുനിന്ന് ഫസ്റ്റ് ആരാ? അതും ബീഹാർ തന്നെയാണ്. വീണ്ടും എല്ലാവരും കൈയടിച്ചോളൂ. ഇനി ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഏതൊരു ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാലും ബീഹാറാണ് ഏറ്റവും ഫസ്റ്റ്. അത് താഴത്തുനിന്ന് മേലോട്ടാണെന്ന് മാത്രം. ഇത്രയും സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് ഇന്റർനെറ്റ് കൊണ്ടുകൊടുത്ത് അണ്ണൻ തരംഗമായിരിക്കുകയാണ്. നമ്മുടെ മോദിജി തരംഗമായിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി എന്ത് വേണം? ഇനി ഇന്റർനെറ്റ് കൊടുത്ത കഥയും കൂടെ അണ്ണൻ പറയുന്നുണ്ട്. അതുകൂടെ കേട്ടു നോക്കാം നമുക്ക്. दुनिया के बड़े बड़े देशों में आज भी 1 GB डेटा 100-150 रुपये में आता है, लेकिन भारत में आपके इस चाय वाले ने पक्का कर दिया है कि 1 GB डेटा 1 कप चाय से ज्यादा महंगा नहीं होगा. കേട്ടല്ലോ, ഇത്രയും പൈസ കുറച്ചിട്ട് ലോകത്ത് എവിടെയെങ്കിലും ഇന്റർനെറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് ഒരു ചായക്കാരൻ നിങ്ങൾക്ക് ചായന്റെ പൈസ പോലും എടുക്കാത്ത ഇന്റർനെറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഏതാണെങ്കിലും ഈ ഇന്റർനെറ്റ് പോലും എടുക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു സൗകര്യം പോലും എടുക്കാൻ കാശില്ലാത്ത ആൾക്കാരാണ് ബീഹാറികൾ. എത്ര പേർക്കറിയാം? ബീഹാറിലെ 80% ആൾക്കാരും ബിലോ പോവർട്ടി ലൈനിന്റെ താഴത്ത് നിൽക്കുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ ദിവസക്കൂലി 30-40 രൂപ മാത്രം കിട്ടുന്ന ബീഹാറികൾക്ക് എന്ത് ഇന്റർനെറ്റ് നമ്മൾ ആലോചിച്ച് പോകില്ലേ? പക്ഷേ അണ്ണൻ പറഞ്ഞ അങ്ങനെയല്ല. ബീഹാറിൽ ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് അവിടെ വികസനത്തിന്റെ തരംഗം ആഞ്ഞടിക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. അങ്ങനെ മോദിജി അങ്ങോട്ട് തള്ളിയ, അതായത് മുമ്പത്തെ ഗവൺമെന്റ് ഒക്കെ തള്ളിയതിനേക്കാളും 3 ഇരട്ടി 3 ഗുണം എന്നാണ് പറഞ്ഞത്. 3 ഇരട്ടി പൈസയാണ് ബീഹാറിന് കൊടുത്തത്. അങ്ങനെ കൊടുത്ത പൈസയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഓരോ പാലങ്ങളായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളും നമ്മൾ സ്ഥിരമായിട്ട് ബീഹാറിന് കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്റർനെറ്റ് പൈസ കുറച്ച് തരുന്ന ഈ രാജ്യത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബീഹാറിൽ 40 രൂപ പോലും പ്രതിദിനം കൂലിയില്ലാത്ത ജനങ്ങൾ, ഇനി അതിൽ തന്നെ 50% ജനങ്ങൾക്ക് ജോലിയില്ലാത്ത, 50% മേലെ ആളുകൾ പട്ടിണി കിടക്കുന്ന, 50 മുതൽ 70% ആൾക്കാർക്ക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ബീഹാറിലോട്ട് ഇന്റർനെറ്റ് എത്തിച്ച് നമ്മുടെ പ്രധാന വിശ്വഗുരു ഇതാ വീണ്ടും തരംഗമായിരിക്കുകയാണ്. ബീഹാറിൽ തരംഗമായിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് സ്റ്റേജിലിരുന്ന് അറിയാണ്ട് ചില ആളുകൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. കുറ്റം പറയാൻ പറ്റില്ല. ഇമ്മാതിരി തള്ളു കേട്ടാൽ നമ്മൾ ആരാണെങ്കിലും ഉറങ്ങും. ചില ആൾക്കാർ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തള്ളു കേട്ട് കഴിഞ്ഞാൽ മൊബൈലല്ല, അതിനേക്കാൾ വലിയ പ്ലേ സ്റ്റേഷൻ വരെ എടുത്തു വെച്ച് കളിക്കേണ്ട അവസ്ഥ നമ്മുടെ അണ്ണൻ അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അണ്ണനെ കുറ്റം പറയുന്നില്ല. ഇനി അണ്ണൻ്റെ അടുത്ത വികസന പദ്ധതി അല്ലെങ്കിൽ വികസനം കൊണ്ടുവന്നത് എങ്ങനെ എന്ന് നമുക്ക് കേൾക്കാം. അപ്പം അടുത്തത് കേട്ടോളൂ. लेकिन उससे पहले आप सभी मेरा एक काम करेंगे? जरा अपना मोबाइल फोन बाहर निकालिए.
ആ എല്ലാവരും മൊബൈൽ ഫോൺ കയ്യിലെടുക്കൂ. എന്തോ ഒരു വലിയ സംഭവം വരുന്നുണ്ട്, അടിപൊളി സാധനമായിരിക്കും. ഇപ്പൊ കയ്യിലെടുത്തോളൂ, ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? और अपना मोबाइल फोन निकाल कर उसकी लाइट चालू कीजिए. ആ അണ്ണൻ പറഞ്ഞ പോലെ ലൈറ്റ് ഓൺ ചെയ്തോളൂ. എല്ലാവരും ലൈറ്റ് ഓൺ ചെയ്തോളൂ. എന്തോ വലിയൊരു സാധനം നമ്മുടെ അണ്ണൻ നിങ്ങൾ കാണിച്ചു തരാൻ പോണ്ട് മക്കളെ. ഇപ്പം വരും. ഇനി എന്താണ് അണ്ണ പറ? उसकी लाइट जलाइए जरा सबके सब. जिनके पास मोबाइल है वो जरा अपनी लाइट जलाएं. जिसके पास मोबाइल है. अच्छा, आपका लाइट जल रहा है. अब आप मुझे एक बात बताइए, जब इतनी लाइट है, हर एक के हाथ में लाइट है, तो लालटेन चाहिए क्या? അത് ശരി, ഇതിനായിരുന്നു അത്രയും ബിൽഡപ്പ്. ഞാൻ വിചാരിച്ച 56 ഇഞ്ചിന്റെ ബിൽഡപ്പ് കണ്ടപ്പോൾ എന്തോ ഒരു വലിയ സാധനം വരാണ്ടത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അതായത് ബീഹാറിലെ ഇത്രയും ജനങ്ങളെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലേ? ഉണ്ട്. ഈ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് തന്നില്ലേ? തന്നു. ഇനി അതിലെ ലൈറ്റ്, ടോർച്ച് ലൈറ്റ് ഒന്ന് നിങ്ങൾ ഓൺ ചെയ്തു. നിങ്ങളുടെയൊക്കെ കയ്യിൽ ലൈറ്റ് കിടക്കുകയല്ലേ? ഇനി നിങ്ങൾക്ക് മറ്റേ ലാമ്പ് ഇല്ലേ? ലാമ്പ് നമ്മുടെ മറ്റേ ചിമ്മിണി വിളിച്ചല്ലേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് മുംബൈയിൽ നിങ്ങളെ കയ്യിൽ എത്തിച്ചത് ആരാണ്? NDA സർക്കാർ. നിങ്ങൾക്ക് ലൈറ്റ് തരുന്ന ആരാണ്? NDA സർക്കാർ. ഇതിനേക്കാൾ വലിയ ഒരു വികസനം ഇനി എന്താണ് ബീഹാറികളെ നിങ്ങൾക്ക് കിട്ടാനുള്ളത്? നിങ്ങൾ പറ, ഇതിലും വലിയ വികസനം നിങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത്? പക്ഷെ എൻ്റെ തമ്പുരാൻ, നമ്മുടെ മോദിജി ഒരു സംഭവമാണല്ലേ. ഇത്രയും വലിയ കാര്യങ്ങൾ ബീഹാറിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത മോദിജി എന്താണ്? എനിക്ക് വയ്യ. ഇതിൻ്റെ ഒന്നും ക്രെഡിറ്റ് പിന്നെ മൂപ്പർക്ക് വേണ്ടെന്നാ പറയുന്നത്. साथियों, पूरा देश आपको सुन रहा है, देख रहा है. बिहार को लालटेन और उसके साथी नहीं चाहिए. ഇതാണ് ഈ ഒരു മനുഷ്യന്റെ ആ ഒരു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര നമ്മൾ കരഞ്ഞു പോകുന്നില്ലേ? അങ്ങേര് വരെ കരഞ്ഞു പോകുന്നുണ്ട്. ये चीजें देखता हूं, मन को इतना संतोष होता है. അതാണ് ഇത്ര ഒരു നിഷ്കളങ്കമായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, ബീഹാറിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് തന്നു, മൊബൈൽ ഫോൺ കൊണ്ടുവന്നു, മൊബൈൽ ഫോണിൽ വെളിച്ചം തന്നു. പക്ഷേ ഈ മൊബൈൽ ഫോൺ ഇപ്പം ഉണ്ടാക്കുന്നത് ചൈനയിൽ നിന്നാട്ടോ. ഇന്റർനെറ്റിന്റെ കമ്പനിക്കാരുടെ ബാക്കപ്പ് സംഭവങ്ങൾ മൊത്തം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നാട്ടോ. എന്നാലും നമ്മൾ സ്വദേശവൽക്കരണം നമ്മൾ ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ സ്വദേശി സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ ബീഹാറിൽ ഇങ്ങനെ ഈ വികസനം കൊണ്ട് തുളുമ്പി ഒലിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ കേട്ടത്. ഇനി ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇനി അടുത്ത നിങ്ങൾക്ക് വലിയൊരു സംഭവം ഞാൻ അടുത്ത സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഇതാ നമ്മുടെ അണ്ണൻ പറഞ്ഞുതരും. साथियों, इस सस्ते डेटा का सबसे ज्यादा फायदा बिहार के मेरे नौजवानों ने उठाया है. ये जो रील्स पर रील्स बन रही है ना, सारी क्रिएटिविटी दिख रही है, उसमें भाजपा और NDA की नीतियों का बहुत बड़ा योगदान है. बिहार के बहुत सारे युवा इंटरनेट से अच्छी खासी कमाई भी कर रहे हैं. കേട്ടോ, നിങ്ങളുടെ കയ്യിലൊക്കെ ഫോണിൽ ഇന്റർനെറ്റ് തന്ന എന്തിനാണ്? നിങ്ങൾക്ക് റീൽസ് നോക്കാനാണ്. ക്രിയേറ്റീവ് റീൽസ് ഉണ്ടാക്കണം നിങ്ങൾ. അങ്ങനെ നമ്മൾ വികസനത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയെന്നാണ് നമ്മുടെ അണ്ണൻ പറഞ്ഞത്. ഏതാണെങ്കിലും സത്യം, ബീഹാറി റീൽസൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലേ? ബീഹാറികൾക്ക് റീൽസിൽ നിന്ന് പണം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മോദിജി. ഏതായാലും ഇൻസ്റ്റാഗ്രാം അമേരിക്കൻ കമ്പനി ആയത് നന്നായി. ഇനി അതല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മോദിജി പറയും ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ലേ അമേരിക്കയിൽ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടു തന്നതിന് വരെ തള്ളാണ്ടിരുന്നത് ഭാഗ്യം. ഏതാണെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ ബീഹാറിലെ ആൾക്കാർക്ക് പൈസ ഇല്ല, ഫുഡില്ല, പണിയില്ല, ഒന്നുമില്ലെങ്കിലും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും കൂട്ടത്തിൽ റീൽസ് കാണാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമ്മുടെ മോദിജി നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, വികസനത്തിൻ്റെ പാതയിലൂടെ ഊന്നി ഓടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നിങ്ങളുടെ കയ്യിലോട്ട് വെച്ച് തന്നില്ലേ? ഇതിനേക്കാൾ വലുത് എന്തെങ്കിലും വേണോ? വെറുതല്ല ഇയാൾ ഈ പപ്പു അവിടെ കിടന്ന് ചാടിക്കളിക്കാൻ ഉമ്മാതിരി ഐറ്റംസ് കണ്ടിട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. പപ്പുന് വിവരമില്ല, കാരണം പപ്പു അതൊക്കെ പറഞ്ഞത്. अगर शराब नहीं पी रहा तो फिर इस मोबाइल फोन पे 7-8 घंटा भैया वीडियो देखता रहता है, एक दूसरे को भेजता रहता है. भाई अंबानी का बेटा वीडियो नहीं देखता, अदानी का बेटा वीडियो नहीं देखता, आप लोग वीडियो देखते हो.
വല്ല വിവരമുണ്ടോ? പപ്പു ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നത്. എന്താണ് നിങ്ങൾ റീൽസ് കാണരുത്, കുറേ സമയം നിങ്ങൾ അതിൽ ചിലവഴിക്കരുത്, നിങ്ങൾ വേറെ നല്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ പഠിക്കൂ, നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യൂ, പണിയെടുക്കൂ, അതല്ലെങ്കിൽ ഇതുപോലത്തെ ഫോണുകൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജികൾ നിങ്ങൾ പഠിക്കൂ, ഇതൊക്കെ പറഞ്ഞു. പൊട്ടനല്ലേ, പൊട്ടനാണ്. അതല്ല, നമ്മളെല്ലാം കയ്യിൽ വരും. നിങ്ങൾ റീൽസ് കണ്ടിട്ട് അവിടെ വെറുതെ അങ്ങോട്ട് കുത്തിയിരുന്നാൽ മതി. പട്ടി നിങ്ങൾ കിടന്ന റീൽസ് കാണുമ്പം നമുക്ക് വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇതിനേക്കാൾ വലിയ അപ്പോൾ ഈ വിശപ്പും ദാഹവും ഒക്കെ വന്ന് നമുക്ക് ജോലി ഇല്ലാത്ത അവസരം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സർക്കാരിനോട് ചോദ്യം ചോദിക്കാൻ പോലെ, എന്തുകൊണ്ട് എനിക്കിത് കിട്ടുന്നില്ല, എന്തുകൊണ്ട് എനിക്കിത് കിട്ടുന്നില്ല? അതിന് വരാൻ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്താണ്? റീൽസ് നമ്മൾ ഫോണിൽ വെച്ച് കൊടുക്കും. റീൽസ് കാണുമ്പോൾ സമയം പോവും. ഈ പറഞ്ഞ വിവരമില്ലാത്ത പൊട്ടന്മാർ എൻ്റെ പട്ടിണി എവിടെ, എൻ്റെ ജോലി എവിടെ, എൻ്റെ ലിറ്ററസി അല്ലെങ്കിൽ എൻ്റെ പഠിത്തം എവിടെ ചോദിച്ചു പോകില്ല. എങ്ങനെയുണ്ട് മോദിജിയുടെ ബുദ്ധി? ചെറിയ ബുദ്ധിയൊന്നുമല്ല മോദിജിക്ക്, ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ മോദിജി. ഇതിനേക്കാൾ വലിയ എന്ത് വരാനല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി തള്ളി നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു സംഭവം നടന്നത്. എന്താണ്? लाइट वाले स्टेज पर लाइट दो, लाइट वाले अगर मेरी बात सुन रहे हैं तो स्टेज पर जल्दी लाइट दें. കണ്ടോ, എല്ലാവരുടെ കയ്യിലും വെളിച്ചുണ്ട്, നമ്മുടെ സ്റ്റേജിൽ വെളിച്ചമില്ല. വെളിച്ചം പോയി. ലൈറ്റ് മാൻ എവിടെ? ഇതുവരെ ആർക്കും ഈ ലൈറ്റ് മാനെ വേണ്ട. അതല്ലെങ്കിൽ ലൈറ്റ് വേണ്ടാത്തൊരു കാലത്ത് അല്ലെങ്കിൽ ആ അവസ്ഥയിലോട്ട് നമ്മുടെ ബീഹാറിനെ അങ്ങനെ പൊക്കി 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 കൊണ്ടുവന്ന് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് വെളിച്ചം കൊണ്ട് വാരി വിതറി നിൽക്കുമ്പം മോദിജിയുടെ സ്റ്റേജിലെ വെളിച്ചം ഫ്യൂസ് അടിച്ചു പോയി. അപ്പോഴേക്കും അവിടുത്തെ നമ്മുടെ മന്ത്രി വിളിച്ചു തോന്നുന്നുണ്ട്, എവിടെ എവിടെ ലൈറ്റ് മാൻ എവിടെ 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 ലൈറ്റിൻ്റെ ആത്മീയ എവിടെ? ഓടി വരൂ, ഇവിടെ മോദിജി ഇരുട്ടത്തിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് മോദിജിയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാമായിരുന്നു അല്ലേ? വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അല്ലേ കാണുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഞാൻ തുടക്കത്തിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ബീഹാറിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് എല്ലാവർക്കും അറിയാം. ഏതൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും മൂക്കുകുത്തി താഴെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് നിതീഷ് കുമാർ ഭരിച്ച് കുളം തോണ്ടിയിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഈ ബീഹാർ എന്ന് പറഞ്ഞത്. അവിടേക്ക് പൈസ കേന്ദ്ര സർക്കാർ പല രീതിയിലും തള്ളിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ കൂടി നമ്മൾ പോക്കറ്റിലിട്ട് പാലം പകുതി വഴിക്ക് വെച്ച് പൊളിച്ച് കടന്നിട്ടുള്ള ഒരു വലിയ വികസന മാതൃകയാണ് നമ്മുടെ ബീഹാർ ഉള്ളത്. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും മോദിജിക്ക് വേണ്ടേ വേണ്ട. ഇനി നമ്മുടെ പ്രധാനമന്ത്രിയുടെ വായിന്ന് ഇത്രയും വലിയ വികസന മാതൃകകളും ഇത്രയും വലിയ ഒരു പ്രസംഗമൊക്കെ കേൾക്കാൻ സൗകര്യം കിട്ടി അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ജീവിത നന്മ എന്ന് നമുക്കറിയാം. കാരണം മോദിജി ആരാണ്? മോദിജി ദൈവമാണ്. ദൈവം വന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചാൽ കേട്ടോളണം. അവിടെ വികസനമാണോ, ഇൻ്റർനെറ്റാണോ, ലൈറ്റാണോ, റീൽസാണോ എന്ന് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് പൊതുവെയുള്ള ഒരു തത്വം. ഏതാണെങ്കിലും ഇതുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങൾക്ക് ഇനിയെങ്കിലും ബുദ്ധി വെച്ചിട്ട്, ഇനി അവിടെ വോട്ട് ചോദിക്കുള്ള സംഭവങ്ങളൊന്നും ചെയ്ത് വെച്ചിട്ടില്ല, EVM-ൽ വേറെ കുത്തിത്തിരിപ്പൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ബോധം ഈ ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും വോട്ടൊന്ന് മാറ്റി ചെയ്ത് ആ ഒരു നാടിനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. കണ്ടു തന്നെ അറിയേണ്ടി വരും.